ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സോയ റൈസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 3 സവാള നല്ല കൊത്തി അരിഞ്ഞത് ഇടണം. പിന്നെ ഒരു 3 തക്കാളി കൂടി കൊത്തി അരിഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് നല്ല വരണ്ട ഒരു പാകത്തിനാവുമ്പോഴേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കണം. പിന്നെ ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച സോയ ആഡ് ചെയ്യണം. സോയാബീൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലാസ്റ്റായിട്ട് ലെമണും കൂടി സ്ക്യൂസ് ചെയ്ത് ആഡ് ചെയ്യണം. ഇത്രയും ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അടച്ച് തിളപ്പിക്കാനായിട്ട് വെക്കണം. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച റൈസ് ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കണം. ഇളക്കുന്നതിന് മുന്നേ ആയിട്ട് ചിക്കൻ മസാല വല്ലതും ആഡ് ചെയ്തും കൂടി കൊടുക്കണം. പാവ് മസാലയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സോയ റൈസ് ഇവിടെ റെഡിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ഒരു തരക്കേടില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബൈ.